KT അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന പാവപ്പെട്ട മൗലവി, ശ്വാസം മുട്ടിക്കിടക്കുന്ന വാപ്പ, പ്രായം ചെന്ന രോഗിയായ ഉമ്മ, ഏജ് ഓവറായിട്ട് കെട്ടിക്കാൻ കഴിയാതെ വിഷമിച്ച് വീട്ടിൽ നിൽക്കുന്ന പെങ്ങള്, ആ പെങ്ങളെ കല്യാണം വന്നു കിട്ടിയ സന്തോഷത്തിൽ വയനാട്ടിലേക്ക് കാശ് കടം വാങ്ങാൻ വേണ്ടി പോയതാ. ആ കാശുമായിട്ട് രാത്രി വരുമ്പോഴാണ് വീടിന്റെ അടുത്തേക്ക് എത്തുന്ന പിടിച്ചു നിർത്തിയിട്ട് കടത്തി കല്ല് കൊണ്ട് തലക്ക് കുത്തി. പോരാ, വാർപ്പിന്റെ കമ്പി എടുത്തുകൊണ്ട് ഈ KT അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പാവപ്പെട്ട മദ്രസ മൗലവിന്റെ തലയോട്ടിയിലേക്ക് SKSSFക്കാരൻ നിങ്ങളല്ലേ അടിച്ചു കയറ്റിയത്? നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഒരു രക്തസാക്ഷി നിങ്ങൾ ഉണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കടങ്ങയത്തെ ആ കുട്ടിക്ക് വെള്ളിയാഴ്ചയിൽ തന്റെ വീട്ടുകാർക്ക് ഇറച്ചി വാങ്ങാൻ, കുട്ടിക്ക് അങ്ങനെ സജീവമായിട്ട് ചാടുന്ന ആളല്ല, പക്ഷെ നാട്ടിലൊക്കെ കാര്യങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ആളാണ്. അദ്ദേഹം വെള്ളിയാഴ്ചയിൽ ആദത്തനുസരിച്ച് ഇറച്ചി വാങ്ങിപ്പോകുമ്പോ കുട്ടിക്കാന്ന് സംസാരിച്ച ആൾക്കാരുടെ അങ്ങോട്ട് പോകുമ്പോ എവിടുക്കാ കുട്ടിക്ക ഇറച്ചി വാങ്ങാനാണ് സൗഹാർദ്ദത്തോടുകൂടെ ചോദിച്ചതാ. ആ കുട്ടിക്ക് വീട്ടിലേക്ക് പോകുമ്പോ പുറകിലൂടെ വന്ന് തേങ്ങ പൊളിക്കുന്ന കമ്പിപ്പാറ കൊണ്ട് ആ കുട്ടിക്കാനെ തലക്കടിച്ച് കൊന്നത് SKSSFക്കാരൻ നിങ്ങളല്ലേ? നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? തീർന്നിട്ടില്ല. കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞു, ആ കുഞ്ഞു പരിശുദ്ധമായ റമദാൻ മാസം, ആ റമദാൻ മാസത്തില് അദ്ദേഹം പോകുന്ന സമയത്ത് കത്തിയുമായിട്ട് വന്ന് ഒരാൾ പിടിച്ചു കൊടുത്തു, മറ്റൊരാൾ കുത്തി പൊള്ളമാല പുറത്തേക്ക് വരുന്നു. ആ കുഞ്ഞു പക്ഷേ കത്തി വലിച്ചൂരിയിട്ട് മറുഭാവത്തവന്റെ കൂടെ ഓടിയിട്ടുണ്ട്. ആ കുഞ്ഞുവിനെ റമദാൻ മാസത്തിൽ വെട്ടിക്കൊന്നത് നിങ്ങളല്ലേ? കോടതി വിധിച്ചിട്ടുമില്ലേ അത്? ആ കുഞ്ഞുവിനെ പറ്റി നിങ്ങൾ പറഞ്ഞു കള്ളു കുടിച്ചിരുന്നു കുഞ്ഞു എന്ന്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന് അവർ സ്ഥിരീകരിച്ചില്ലേ? യാതൊരു കാര്യം ഉണ്ടായിട്ടില്ല. 3 അവസാനമാണ് ബഹുമാനപ്പെട്ട കുറ്റിമൂച്ചിയിൽ അദ്ദുക്ക റമദാൻ മാസത്തില് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു. നിസ്കാരം തിരിച്ചു പോകുമ്പോ പിറകിലൂടെ വന്ന് കത്തി കൊണ്ട് കുത്തി. എന്നെ കുത്തിയല്ലോ എന്ന് പറയുമ്പോ മുളകിന്റെ പൊടി അരച്ചതുമായിട്ടാണ് പെണ്ണ് ഓടി വന്നത്. അപ്പൊ ആ കൈപ്പഴയെല്ലാം ആസൂത്രിതമായി നീക്കാം. ഒരാണ് കുത്തിയ മുറിവിലേക്ക് മുളകും പൊടി വാരി വരിച്ചിട്ട് 4 രക്തസാക്ഷികളെ ഈ സമൂഹത്തിൽ സംഭാവന ചെയ്തത് നിങ്ങളെ അനുസരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? പിന്നെ ഞങ്ങൾ അരിഷ്ടകുപ്പി കൊണ്ടെടുക്കുള്ളൂ. അത് ശരി, ഇത് കൊണ്ടുനടന്നപ്പോ കുഴപ്പമില്ലേ? നിങ്ങൾ കുത്തിക്കൊന്ന പ്രശ്നമല്ല. എന്നിട്ട് ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാരാൻ പറ്റാം. ഇന്നലെ വയനാട്ടിൽ കഴിഞ്ഞ അടുത്ത പരിപാടി വിശദമായിട്ട് ചോദിച്ചു ഞാൻ. ആ വാരാൻ പറ്റിയ പള്ളിയിൽ AP പ്രശ്നം നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാഗ്വാദം ഒന്നും തള്ളും നടന്നു. അത് കാണ്ട് ഇതിലൊന്നും പങ്കെടുക്കാത്തൊരു ചങ്ങാതിണ്ട്. AP ഇരിക്കല്ല, പക്ഷെ ഈ ഒന്നും തള്ളും കണ്ട് കഴിഞ്ഞു കൂടാണ് മരിച്ചു. കിട്ടിപ്പോയിക്കോട് AP കൊന്നു എന്ന് പറഞ്ഞു കാട്ടു. ഭയങ്കര ഒരുമാര്. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു, ഒരു പരിക്കില്ല, അറ്റാക്കായിട്ട് മരിച്ചതാ. പിറ്റേന്ന് ഞാൻ അവിടെ പോയിട്ട് പ്രസംഗിച്ച് എനിക്കറിയാം. ഇപ്പോഴവിടെ പോയിട്ട് നോക്കിയ ആൾക്കാർ പറയും അത് നിങ്ങൾ നടത്തിയ പ്രസംഗോ? നോക്ക്, നിങ്ങൾ അരിയും തിന്ന് ആശാരിച്ച്